അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു. ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു. ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു. എന്റെ ഹൃദയം നീറുമ്പോൾ എന്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും. ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എന്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നല്ലോ. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി ഒളിക്കാൻ എനിക്കിടമില്ല. എന്നെ രക്ഷിക്കാൻ ആരുമില്ല. കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് എന്റെ അഭയമാണല്ലോ. ജീവിക്കുന്നവരുടെ നാട്ടിൽ എന്റെ ഓഹരിയും അങ്ങ് തന്നെ. എന്റെ യാചന ശ്രവിക്കണമേ. ഞാൻ അത്യധികം താഴ്ത്തപ്പെട്ടിരിക്കുന്നു. മർദ്ദകരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവർ എന്നേക്കാൾ പ്രബലരാണ്. തടവറയിൽ നിന്ന് എന്നെ മോചിക്കണമേ. തിരുനാമം ഞാൻ പുകഴ്ത്തട്ടെ. അങ്ങ് എനിക്ക് പ്രതിഫലം നൽകുമ്പോൾ നീതിനിഷ്ഠർ എന്നെ കാത്തിരിക്കും. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ യാചന ചെവിക്കൊള്ളണമേ. അങ്ങയുടെ നീതിയും വചനവും അനുസരിച്ച് എനിക്ക് ഉത്തരമരുളണമേ. അങ്ങയുടെ ദാസനെ ശിക്ഷാവിധിയിൽ ഉൾപ്പെടുത്തരുതേ. ജീവിക്കുന്നവരാരും തിരുസന്നിധിയിൽ നീതിനിഷ്ഠരല്ലല്ലോ. ശത്രു എന്നെ ദ്രോഹിച്ചു. അവൻ എന്റെ ജീവനെ ഭൂമിയോളം താഴ്ത്തി. മരിച്ചവനെ പോലെ എന്നെ എന്നേക്കും ഇരുട്ടിലിരുത്തി. എന്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. എന്റെ ഹൃദയം അസ്വസ്ഥമായി. കർത്താവേ, കഴിഞ്ഞ കാലം ഞാൻ ഓർക്കുന്നു. അങ്ങയുടെ ചെയ്തികളെ കുറിച്ച് ധ്യാനിക്കുന്നു.
കരവേലകളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. അങ്ങയുടെ പക്കലേക്ക് ഞാൻ കൈകൾ നീട്ടുന്നു. വരണ്ടുണങ്ങിയ ഭൂമി എന്ന പോലെ എന്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. കർത്താവേ, എനിക്ക് വേഗം ഉത്തരമരുളണമേ. എന്റെ ആത്മാവ് തളർന്നിരിക്കുന്നു. എന്നിൽ നിന്ന് മുഖം തിരിക്കണമേ, അല്ലെങ്കിൽ പടുകുഴിയിൽ താഴ്ന്നവരോടൊപ്പം ഞാനും എണ്ണപ്പെടും. പ്രഭാതത്തിൽ അങ്ങയുടെ കൃപ എന്നെ ചൊരിയണമേ. അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ നടക്കേണ്ട മാർഗം എന്നെ കാണിക്കണമേ. എന്റെ ആത്മാവിനെ തിരുസന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. തിരുഹിതം നിറവേറ്റാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങാണല്ലോ എന്റെ ദൈവം. അങ്ങയുടെ കനിവുള്ള ചൈതന്യം ജീവന്റെ വഴിയിലൂടെ എന്നെ നയിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ സമാശ്വസിപ്പിക്കണമേ. അങ്ങയുടെ നീതിയാൽ എന്റെ ആത്മാവിനെ യാതനയിൽ നിന്ന് മോചിക്കണമേ. ഞാൻ അങ്ങയുടെ ദാസനാണല്ലോ. കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്റെ കൈകളെ യുദ്ധം ചെയ്യുന്നതിനും വിരലുകളെ പോരാടുന്നതിനും അങ്ങ് അഭ്യസിപ്പിച്ചു. കർത്താവാണ് എന്റെ അഭയവും സഹായകനും രക്ഷകനും. അങ്ങിൽ ഞാൻ ശരണം വയ്ക്കുന്നു. അങ്ങ് ജനതകളെ എനിക്ക് കീഴ്പ്പെടുത്തി. കർത്താവേ, അങ്ങ് മനുഷ്യനെ പരിഗണിക്കാൻ അവനാരാണ്? അങ്ങ് ഓർക്കാൻ അവനെന്ത് യോഗ്യതയുണ്ട്? മനുഷ്യൻ നീരാവി പോലെയാണ്. അവന്റെ ദിനങ്ങൾ നിഴൽ പോലെ മായുന്നു. കർത്താവേ, ആകാശം സായിച്ച് ഇറങ്ങി വരണമേ. മലകളെ ശാസിക്കണമേ, അവ പുകയട്ടെ. ഇടിമിന്നലയച്ച് അവരെ ഭയപ്പെടുത്തണമേ. അസ്ത്രങ്ങൾ പായിച്ച് അവരെ തകർക്കണമേ. ഉന്നതങ്ങളിൽ നിന്ന് കൈ നീട്ടണമേ. പെരുവെള്ളത്തിൽ നിന്ന് എന്നെ കോരിയെടുക്കണമേ. അക്രമികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അധരം കൊണ്ട് അവർ വ്യാജം പറയുന്നു. തിന്മ ചെയ്യാൻ കൈകൾ ഉയർത്തുന്നു. ദൈവമേ, അങ്ങേയ്ക്കായി ഞാൻ ഒരു ഗാനം ആലപിക്കും. കിന്നരമീട്ടി അങ്ങേ ഞാൻ പാടി സ്തുതിക്കും. എന്തുകൊണ്ടെന്നാൽ രാജാവിന് അങ്ങ് രക്ഷ നൽകി. അങ്ങയുടെ ദാസനായ ദാവീദിനെ ദുഷ്ടന്റെ വാളിൽ നിന്ന് രക്ഷിച്ചു. കർത്താവിനെ ദൈവമായി സ്വീകരിക്കുന്ന ജനത അനുഗ്രഹീതമാകുന്നു. അവരുടെ പുത്രന്മാർ ബാല്യം മുതൽ തഴച്ചു വളരുന്ന സസ്യം പോലെയാകട്ടെ. അവരുടെ പുത്രിമാർ ദേവാലയം പോലെ അലങ്കൃതരായ മണവാട്ടികളാകട്ടെ. അവരുടെ അറപ്പുരകൾ നിറഞ്ഞു കവിയട്ടെ. അവരുടെ ആട്ടിൻപറ്റം പെറ്റുപെരുകട്ടെ. കന്നുകാലിക്കൂട്ടം കരുത്താർജിക്കട്ടെ. വന്ധ്യതയില്ലാതെ വർദ്ധിക്കട്ടെ. അവരുടെ തിരുവീഥികളിൽ നാശവും വിലാപവും ഇല്ലാതിരിക്കട്ടെ. കർത്താവിനെ ദൈവമായി സ്വീകരിക്കുന്ന ജനത അനുഗ്രഹീതമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അവനവനോട് കൂടെ വസിക്കും. നമ്മോടിയലും സ്നേഹത്താൽ കാരുണ്യത്താൽ ദൈവമിതാ തന്നെ തന്നെ താഴ്ത്തിമുതാ അമ്മനുവേലായി തീർന്നുലകിൽ മർത്യനു വേണ്ടിയവൻ സദയം മാനവഗാത്രമെടുത്തതിനാൽ മൃതനായെങ്കിലും ഉദ്ധിതനായി സ്വർഗസ്ഥിതനായി വാഴുന്നു. കർത്താവ് തന്റെ വചനത്തിൽ വിശ്വസ്തനാകുന്നു. ശിഷ്യഗണത്തോടൊരു നാളിൽ കർത്താവ്
പോൽ കാരുണ്യത്താൽ അവനേകി വിണ്ണിൻ വരമാം റൂഹായെ പരമോന്നതമാം ദാനത്തെ കൈക്കൊണ്ടുജ്വലമാനസരാം വിശ്വാസികളെ ദൈവത്തെ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാലത്തികവിൽ മാനവനായി നരവംശത്തിലണഞ്ഞവനെ സ്വർഗാരോഹിതനീശോയെ സ്തുതിഗീതങ്ങൾ പാടുന്നു. പാപത്തിൻ വിഷമുള്ളുകളെ പിഴുതെറിയാനായി റൂഹായെ സ്ലീഹന്മാരിലയച്ചു നീ തീനാവുകൾ തൻ രൂപത്തിൽ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ. കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായെ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്തന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്ക് ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപ്പകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിന്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ
സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏകസൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര